അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ സൗദി പ്രാവശ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യയ്ക്ക് ഒരുപാട് പേരുണ്ട്, തൊഴിൽ വിസയ്ക്ക് വരുന്നവരുണ്ട്, ആണായിട്ടും പെണ്ണായിട്ടൊക്കെ വരുന്നുണ്ട്. കമ്പനിയിലേക്ക് ജോലിക്ക് വരുന്നവരുണ്ട്, മോസസയിലേക്ക് വരുന്നവരുണ്ട്, ഹോസ്പിറ്റലിലേക്ക് നഴ്സായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്പോൺസർഷിപ്പ് മാറാൻ വേണ്ടി ഏത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിലും കമ്പനിയിലേക്ക് പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ സ്പോൺസർഷിപ്പ് എടുക്കണമെങ്കിൽ ഒരു മാസം മതി അവർക്ക്. അവരെന്ത് ചെയ്യും, നിങ്ങളെ സ്പോൺസർഷിപ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് 1 മാസം 2 മാസം 3 മാസം 4 മാസം ഇങ്ങനെ അവിടെ നിർത്തും, കാര്യമില്ലാതെ കെട്ടിട്ട് വഴി. അവസാനം അവർ പറയും ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് എടുക്കാൻ കഴിയില്ല, കഴിയുകയും അങ്ങനെ കുടുങ്ങിയ ഒരുപാട് പേരുണ്ട്. എക്സ്പയർ ആയതുകൊണ്ട് ഉറൂബായവരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് മാറാൻ സ്പോൺസർ സമയം തന്നിട്ടുണ്ടാവും. ആ സമയപരിധിയും കഴിഞ്ഞ് 3-4 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഉറൂബൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്പോൺസർഷിപ്പ് എടുക്കാന്നുണ്ടെങ്കിൽ ഒരു മാസം മതി മാക്സിമം, അല്ലാതെ 2-3 മാസം വെറുതെ അവിടെ നിർത്തി അവസാനം കഴിയുന്ന ഒരുപാട് പേര് കഴിയുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഉറൂബായവരുണ്ട്, എക്സ്പയർ ഉണ്ട്, പുതുക്കാൻ വരെ പറ്റാത്തവരുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ ഒരു മാസം കൊണ്ട് സ്പോൺസർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവിടേക്ക് നിന്നാൽ മതി, അല്ലെങ്കിൽ മറ്റൊരു സ്പോൺസറെ ഹോസ്പിറ്റലിൽ കണ്ടെത്തി അവിടേക്ക് മാറുക. ഒരുപാട് നഴ്സുമാർ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്, മറക്കണ്ട. എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.